ഗീതാ ഗോപി സ്പോൺസേഡ് സ്ഥാനാർത്ഥിയെന്ന് ആവർത്തിച്ച് സി മുകുന്ദൻ. പാർട്ടിക്ക് പുറത്തുനിന്നാണ് സ്പോൺസർഷിപ്പ് ഉള്ളത്. ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രാദേശിക തലം മുതൽ സ്റ്റേറ്റ് വരെ ഒരാൾ ഇടപെട്ടെന്നും മുകുന്ദൻ ആരോപിച്ചു. അതേസമയം സി മുകുന്ദന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുമായി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി. മറ്റു പാർട്ടികളിൽ നിന്നും പുറന്തള്ളുന്ന ആളുകളെ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അന്യൊന്നും ഓടി വരാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. ഒരു പ്രസംഗമില്ലാതെ ഇടപെടാതെ ഈ കക്ഷി വരില്ല. അങ്ങനെ ഈ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വർക്ക് ആരംഭിച്ചില്ലേ? ഞാൻ പോലും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെ. അല്ല, നമുക്കറിയാം പാർട്ടിയുടെ നടപടിക്രമം അനുസരിച്ച് 2ാം ടൈം ഓക്കെയാണ്. സ്റ്റേറ്റ് അസംബ്ലി കൗൺസിൽ എടുത്ത തീരുമാനമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആരും മുമ്പ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായി ഇവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് വർദ്ധിപ്പിച്ച് മനസ്സിലായി ഇത് വ്യത്യസ്തമായ രീതിയിൽ നടന്നിട്ട് വരാൻ പോവാണ്. നമ്മൾ ഒരിക്കലും പാർട്ടിയെ ധിക്കരിച്ചു, ഇപ്പോൾ KPCC ICC ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ പറയും. അതുകൊണ്ടാണ് നമുക്കറിയാം ഇവിടെ ഇത്രയും ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വർക്ക് നടത്തുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരെ തഴഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ UDF ധാരണ പ്രകാരം CMP ആണ് മാറി മത്സരിച്ചില്ല. അന്ന് മതളം ചിഹ്നത്തിലാണ് നിന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കൈപ്പറ്റി കോൺഗ്രസിൻ്റെ സീറ്റാണ്. ആ കോൺഗ്രസിൻ്റെ കൈപ്പറ്റി അടയാളത്തിൽ മത്സരിക്കാൻ ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വെറും തൃത്താല പഞ്ചായത്ത് ഇലക്ഷനിൽ 4700 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ജയസാധ്യത, ഇപ്പോൾ ഇതിൻ്റെ സർവേകളൊക്കെ നടന്നതിൽ ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ഈ ഗീതാ ഗോപി അല്ലെങ്കിൽ നമ്മുടെ ഗീതാ ഗോപി മത്സരിച്ചാലും മുകുന്ദൻ മത്സരിച്ചാലും ഞങ്ങളുടെ ഓപ്പോസിറ്റ് മത്സരിച്ച് ജയിക്കാനുള്ള സമയമാണുള്ളപ്പോൾ അവിടെ നിന്ന് പുറന്തള്ളുന്ന ആളുകൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. സാനു ഉണ്ട് വിവരങ്ങളുമായി. സാനു, ഇത് സി മുകുന്ദനുമായിട്ട് രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചതാണ്. അതിനുശേഷമാണല്ലോ ഇദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പ്രാദേശിക നേതൃത്വം എതിർപ്പുമായി രംഗത്തെത്തുകയാണ്. ഗൗതം, തീർച്ചയായിട്ടും ഈ നാട്ടികയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും സി മുകുന്ദൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സി മുകുന്ദന് കോൺഗ്രസ് നേതൃത്വം പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. നമ്മൾ ഇന്നലെ തന്നെ അതിൻ്റെ സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. പ്രാദേശിക നേതൃത്വം വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ നാട്ടികയിലെ പ്രാദേശിക നേതൃത്വം പരസ്യ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കളെ ചുമക്കേണ്ട ഗതികേട് നാട്ടികയിലെ കോൺഗ്രസിനില്ല. അതേപോലെ തന്നെ യുവാക്കളടക്കം നിരവധി ആളുകൾ, നല്ല മികച്ച നേതാക്കൾ നാട്ടികയിൽ കോൺഗ്രസിനുണ്ട്. അവരെ മത്സരിപ്പിക്കണമെന്നും അതേപോലെ തന്നെ സി മുകുന്ദനും അതേപോലെ ഗീതാ ഗോപിക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ എന്തൊക്കെയാണെന്ന് നേതൃത്വം തിരിച്ചറിയണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നോണം ഈ അവിടുത്തെ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് യാതൊരു കാരണവശാലും സി മുകുന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനവും തങ്ങൾ അംഗീകരിക്കില്ല. ആ തീരുമാനങ്ങളെല്ലാം പ്രാദേശിക നേതൃത്വത്തിൻ്റെ വികാരം, പ്രാദേശിക നേതൃത്വത്തിൻ്റെ നിലപാട് സംസ്ഥാന നേതൃത്വത്തെയും അതേപോലെ തന്നെ ഈ ചർച്ചയ്ക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാലിനെയും അറിയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലൊരു ഫോർമുല നാട്ടികയിൽ രൂപപ്പെട്ടു വരുന്നതിനൊപ്പം തന്നെ ഈ ജില്ലാ നേതൃത്വത്തിനിടയിലും ഈ സി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് അല്ലെങ്കിൽ സി മുകുന്ദനെ പിന്തുണ നൽകുന്നതിനെതിരെ വലിയ കടുത്ത എതിർപ്പ് DCC നേതൃത്വത്തിലും ഉരുണ്ടുകൂടുന്നുണ്ട്. അതായത് ജോസ് വള്ളൂരും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നടത്തിയിട്ടുള്ള നീക്കത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നാട്ടികയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പൊതുകാര്യങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് നിന്ന 5ഓളം ആളുകൾ കടുത്ത എതിർപ്പുമായി, അവരൊക്കെ സ്ഥാനാർത്ഥി നിർണയ പേരുകളിലൊക്കെ UDFന്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്. അവരൊക്കെ കടുത്ത എതിർപ്പിലാണ്. തങ്ങൾ 5 വർഷം പ്രവർത്തിച്ചത് വെള്ളത്തിലായല്ലോ, അതിനുള്ള മറുപടി തങ്ങൾ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് അവർ അനൗദ്യോഗികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സി മുകുന്ദൻ ഇന്ന് രാവിലെയും വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നും കോൺഗ്രസ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. തൻ്റെ കോൺഗ്രസിലേക്കുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്വതന്ത്രനായിട്ട്
മത്സരിക്കാനുള്ള UDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കൂടിയാലോചനകൾ ഇന്ന് നടത്തുമെന്ന് CC മുകുന്ദൻ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, നാട്ടികയിലെ പ്രാദേശിക CPI നേതൃത്വമാണ് തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളത്, തൻ്റെ ഹൃദയത്തെ കുത്തിനോവിച്ചിട്ടുള്ളത് നാട്ടികയിലെ CPI നേതൃത്വമാണ്. ഒപ്പം തന്നെ അരുമ ശിഷ്യരടക്കം തന്നെ വലിയ രീതിയിൽ ദ്രോഹിച്ചു. അതേപോലെ തന്നെ ഗീതാ ഗോപി വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സ്രോതസ് CPIയിലേക്ക് വലിയ രീതിയിൽ പണമൊഴുക്കാനായിട്ടുള്ള ഒരു യന്ത്രമായി പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഗീതാ ഗോപിക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം CPI നൽകിയതെന്നും അതേപോലെ തന്നെ ഗീതാ ഗോപിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഒരു പടി കൂടി കടന്നുകൊണ്ട് CC മുകുന്ദൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഒരേപോലെ LDFിലും അതേപോലെ തന്നെ UDFിലും നാട്ടിക ബോംബ് വലിയ രീതിയിൽ കത്തുന്നു, നാട്ടിക ബോംബ് പൊട്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ സാനു, എന്തായാലും നാട്ടികയിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. CC മുകുന്ദൻ അവിടുത്തെ CPIയുടെ സിറ്റിംഗ് MLA അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിന് പച്ചക്കൊടി കാണിക്കുമ്പോൾ ഇതാ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.